അപ്പോൾ എല്ലാവർക്കും പീക്ക് ലേണിംഗ്സിന്റെ നാലാമത്തെ ഫയർമാന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നത് എന്താണ്? കെമിസ്ട്രി ഓഫ് ഹീറ്റ് ആൻഡ് കമ്പഷൻ അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ എവിടെ വരെ എത്തിയായിരുന്നു? നമ്മൾ ഉൽപ്പാദനം വരെയാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് അത് പറഞ്ഞു നിർത്തിയത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? നമ്മളവിടെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ആ കൂടെ തന്നെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ഇതെല്ലാം നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കണ്ടിട്ട് ഈ ക്ലാസ്സിലേക്ക് വരിക. കാരണം ആ ഒരു കണക്ഷൻ ഉള്ള ഒരു ക്ലാസ്സാണ്. അതിനകത്ത് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറയും. അപ്പോൾ ഒരുപാട് വിശദീകരിച്ച് നമ്മൾ ഈ ക്ലാസ്സിൽ പോകില്ല, കാരണം അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സമയം പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യമേ നോക്കി തുടങ്ങുന്ന ഏതാണ്? ദ്രവണാങ്കമാണ് കേട്ടോ. മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാങ്കം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങളെല്ലാം ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി വിശദമായിട്ടും കൂടെ പറഞ്ഞിട്ടുണ്ട്. ദ്രവീകൃത ലീനതാപം ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മെൽറ്റിംഗ് പോയിന്റിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമ്മൾ അവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ളൊരു കാര്യം വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എത്ര ഡിഗ്രിയാണ് വരുന്നത്? 0 ഡിഗ്രിയാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ 273 കെൽവിൻ ആണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ ഒരു ടെമ്പറേച്ചർ എങ്ങനെയാണ് വരുന്നത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി ഒന്ന് പറയാം. അതായത് ഒരു ഖരവസ്തു, ആ ഖരവസ്തു അതിന്റെ ഒരു അന്തരീക്ഷ ഊഷ്മാവില് എന്ത് സംഭവിക്കുകയാണ്? അതിന്റെ ഒരു മർദ്ദത്തില്, അന്തരീക്ഷ ഊഷ്മാവിലുള്ള ഉണ്ടാകുന്ന ഒരു മർദ്ദത്തില് അത് ദ്രവീകരിക്കുകയാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ അതിന്റെ ആ ഒരു ചുറ്റിനുള്ള ആ ഒരു ഹീറ്റ് അല്ലെങ്കിൽ ആ ഒരു താപം അത് സ്വാംശീകരിക്കുന്നുണ്ട്, അതിലേക്ക് എടുക്കുന്നുണ്ട്. ഈ താപം എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതിനകത്തുള്ള ഓരോ ഈ മോളിക്യൂൾസ് കാര്യങ്ങളുണ്ട്, ആറ്റംസ് മോളിക്യൂൾസ് ഒക്കെ ഉണ്ട്. നമ്മൾ അത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ വരച്ച് കാണിച്ചിട്ടുണ്ട് അല്ലേ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇതിനകത്തൊക്കെ എങ്ങനെയാണ്, എത്രത്തോളം അടുത്താണ് അല്ലെങ്കിൽ എത്രത്തോളം ആകർഷണ ബലം ഇതിനിടയിലുണ്ട്, അതായത് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എത്രയുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു താപം വരുമ്പോൾ ഇതിനകത്ത് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ബ്രേക്ക് ആവുന്നു, അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഇത് സംഭവിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മെൽറ്റിംഗ് എന്നൊരു ഫാക്ടർ സംഭവിക്കുന്നത്. ഇത് സംഭവിക്കുന്ന ഒരു ടെമ്പറേച്ചർ ആണ് ഈ ഒരു 0 ഡിഗ്രി സെൽഷ്യസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദ്രവണാങ്കം അഥവാ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ ബോഡി കാണുന്ന ആ ഒരു ഇത് ഞാൻ വായിച്ചു തരാം. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഖരവസ്തുവിനെ ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയെ പറയുന്ന പേരാണ് ദ്രവണാങ്കം. അപ്പൊ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ആ കൂടെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് 0 ഡിഗ്രി സെൽഷ്യസ് അഥവാ 273 കെൽവിൻ. കെൽവിൻ ആണ് എന്ത്? ഈ ഒരു ടെമ്പറേച്ചർ, താപനിലയുടെ എന്ത്? SI യൂണിറ്റ്. നമ്മളത് രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ? ഹീറ്റിന്റെ SI യൂണിറ്റ് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഹീറ്റിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞു നോക്കിയേ. ജൂൾ കേട്ടോ, ജൂൾ ആണ് ഹീറ്റിന്റെ SI യൂണിറ്റ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളിന്റെ കോഡൊക്കെ രണ്ടാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത്. ഓർത്തിരിക്കാനുള്ള കോഡും എല്ലാം നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം കെൽവിൻ എന്നതാണ് താപനില, ഊഷ്മാവ് അഥവാ ടെമ്പറേച്ചർ. ഇതിന്റെ എന്ത്? SI യൂണിറ്റ്. അതാണ് 273 കെൽവിൻ. അതുപോലെ ദ്രവണാങ്കം ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് എന്ന് ചോദിച്ചാൽ, മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ടങ്സ്റ്റൺ ആണ്. 3410 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയും ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു ഡയഗ്രാം നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഓരോ സബ്സ്റ്റൻസിന്റെയും ഒരു മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ള കാര്യമൊക്കെ നോക്കണം. നിങ്ങളിത് മൊത്തം ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്താ വാട്ടറിന്റെ കാര്യം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. വേണമെങ്കിൽ പെട്രോളും കൂടെ എടുത്തുള്ളൂ. ഈ ഒരു നിങ്ങൾ ഈ ഒരു ചിഹ്നം കാണുന്നില്ലേ? മൈനസിന്റെ ഇപ്പുറം ഒരു ചിഹ്നം നിങ്ങൾ കാണുന്നില്ലേ? ഈ ചിഹ്നം എന്ന് പറഞ്ഞ ഒരു ഏകദേശം എന്നുള്ള ഇതിൽ കാണിക്കുന്ന ഒരു ചിഹ്നമാണ് കേട്ടോ. അപ്രോക്സിമേറ്റ് 60 ഡിഗ്രി സെൽഷ്യസ് എന്ന് കാണിക്കുന്ന ചിഹ്നമാണ്. ഓക്കെ, അപ്പൊ അത് പെട്രോളിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്നൊക്കെ വരുന്നത് എത്രയാണ്? -60 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ മെൽറ്റിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും ഒന്നാണോ? വാട്ടറിന്റെ ഒരു കേസ് എടുത്ത് നോക്കിയേ. വാട്ടറിന്റെ ഒരു കേസ്, വാട്ടർ മെൽറ്റ് ആവുന്ന എപ്പോഴാണ്? വാട്ടർ മെൽറ്റ് ആവുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. വാട്ടർ ഫ്രീസ് ആവാൻ തുടങ്ങുന്ന എപ്പോഴാണ്? അതും 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? ഇപ്പം ഖരവസ്തു ദ്രാവകത്തിലോട്ട് പോകുന്നതാണ് എന്ത്? മെൽറ്റിംഗ് പോയിന്റ്. ഖരവസ്തു ദ്രാവകത്തിലോട്ട് പോകുന്നതാണ് മെൽറ്റിംഗ് പോയിന്റ്. അതുപോലെ തന്നെ ദ്രാവകം ഖരവസ്തുവിലേക്ക് ആകുന്നതിന് പറഞ്ഞ പേരാണ് എന്ത്? ഫ്രീസിംഗ് പോയിന്റ്. ദ്രാവകം കരവസ്തുവാണ്, ഫ്രീസിംഗ് പോയിന്റ്. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കൺസെപ്റ്റ് ഒക്കെയാണ്. അതിൽ ഒരുപാട് ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അതുപോലെ തന്നെ എന്റെ കെറോസിൻ വരുമ്പോൾ എത്ര, ഡീസൽ വരുമ്പോൾ എത്രയാണ്? -10 to -20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനകത്തൊക്കെ ഡിഫറൻസ് വരാം. ഇതൊന്നും ആക്യുറേറ്റ് അല്ല. ഇത്രയും ഒരു ഡിഗ്രി വാട്ടർ എന്ന് പറയുമ്പോഴും ഈ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ശുദ്ധമായ വാട്ടർ ആണ്. അതിൽ ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ ഇത് കുറയും. അതിനകത്ത് വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അതുപോലെ എന്താണ്? ഡീസൽ 10 to 20 ഡിഗ്രി സെൽഷ്യസ്,
അതുപോലെ കെറോസിൻ 40-47 ആണ്. കോക്കനറ്റ് ഓയിൽ ഞാൻ ചുമ്മാ ഒരു ക്യൂരിയോസിറ്റിക്ക് ആഡ് ചെയ്തതേ ഉള്ളൂ. കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പം ഈ ഒരു തണുപ്പുള്ള ഏരിയയിലാണെങ്കിൽ എന്ത് സംഭവിക്കും, കോക്കനറ്റ് ഉറയ്ക്കുന്ന അല്ലെങ്കിൽ ഈ വെളിച്ചെണ്ണ തലത്തേക്കാൻ വെക്കുന്ന വെളിച്ചെണ്ണയൊക്കെ ഉറയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്യൂരിയോസിറ്റിയിൽ മാത്രം ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മ വെച്ചാൽ മതി. വാട്ടർ മാത്രം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്താണ് തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ്. എന്താണ് ബോയിലിംഗ് പോയിന്റ്? എന്താണ് അത് നമ്മൾ പറഞ്ഞിരുന്നതാണ് അല്ലെ. അവിടെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ നമ്മൾ പറയുന്ന സമയത്ത്, ബാഷ്പീകരണ ലീനതാപം നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബോയിലിംഗ് പോയിന്റിനെ പറ്റി കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എത്രയാണ്? 100°C ആണ് വരുന്നത്. 100°C അഥവാ എത്രയാണ്? 373 കെൽവിൻ. ക്യാപിറ്റൽ ആവണം. കെൽവിൻ എന്താണ്? ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആണ്. ഓക്കെ, ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ ആരും °C എഴുതിയേക്കരുത്. അത് കെൽവിൻ ആണ്. നമ്മളത് രണ്ടാമത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണ്? സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച്, സാധാരണ അന്തരീക്ഷ മർദ്ദമാണെന്ന് ഓർക്കണം, ക്രിയേറ്റഡ് അല്ല, അത് വേറൊരു കേസുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയെ പറയുന്ന പേരാണ് എന്ത്? ബോയിലിംഗ് പോയിന്റ് അല്ലെ. 100°C എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് സാധാരണ താപനില എന്ന് പറയുന്നത്? സീ ലെവൽ എന്ന കേസാണ് പറഞ്ഞത്. ഇതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് വ്യക്തമായിട്ട് എൻ്റെ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി കൊണ്ടുതരാം. അതായത് നിങ്ങൾ കുറച്ച് വെള്ളം എന്ത് ചെയ്യുന്നു? തിളപ്പിക്കാൻ വെക്കുന്നു. ഇതൊക്കെ വെള്ളമാണ് കേട്ടോ, കണ്ട പറയില്ലെങ്കിൽ വെള്ളമാണ്. ഓക്കെ, അപ്പം ഈ ഒരു വെള്ളം നിങ്ങൾ തിളപ്പിക്കാൻ വെക്കുന്നു. ഇതൊരു സീ ലെവലിലാണെങ്കിൽ എത്രയാണ്? 1 atmospheric പ്രഷർ എന്ന രീതിയിൽ ഓർക്കാം. 1 atmospheric പ്രഷർ. ഓക്കെ, അപ്പം ഈ വെള്ളം തിളയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനകത്തുനിന്ന് കുറച്ച് വേപ്പേഴ്സ് പോകും. ഈ വേപ്പറും അതുപോലെ, അതായത് ഇതിന് പറഞ്ഞ പേര് വേപ്പർ പ്രഷർ എന്നാണ്. വേപ്പർ പ്രഷർ കേട്ടോ, വേപ്പർ പ്രഷർ എന്നാണ് വെള്ളം തിളച്ച് മുകളിലോട്ട് പോകുന്ന വേപ്പറിനെ പറഞ്ഞത്. അതുപോലെ മുകളിൽ താഴത്തേക്ക് എന്ത് വരുന്നുണ്ട്? കുറച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. പുറത്ത് കുറച്ച് പ്രഷർ ഉണ്ട്. സാധാരണ അന്തരീക്ഷത്തിൽ എന്തുണ്ട്? പ്രഷർ ഉണ്ട്. അതിനാണ് എന്തെന്ന് പറഞ്ഞത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അത് ക്ലിയർ ആവണം. അപ്പം ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ രണ്ടും ഒരു ഇക്വലന്റ് ആയിട്ട് വരുന്ന ഒരു ടൈം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇക്വലന്റ് ആയിട്ട് വരുന്ന ആ ഒരു ടൈമിലാണ് എന്ത് സംഭവിക്കുന്നത്? ബോയിലിംഗ് സംഭവിക്കുന്നത്. ഇത് സാധാരണ കേസിൽ എത്രയാണ്? 100°C ആണ്. ഒരു ഐഡിയൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന 100°C ആണ്. പക്ഷെ നിങ്ങളുടെ കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ, നിങ്ങളൊരു മലയുടെ മുകളിൽ ചെന്നിട്ടാണ് ഈ ഒരു വെള്ളം തിളപ്പിക്കുന്നത്. എന്ത് സംഭവിക്കും? അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണ്. ചിലപ്പോൾ അത് എന്തായിരിക്കും? 0.80, 1 താഴെ ആയിരിക്കും കേട്ടോ. മുകളിലോട്ട് ചെല്ലുന്നതോടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അല്ലെങ്കിൽ മുകളിലോട്ട് ചെല്ലുമ്പോൾ ചായയുടെ സ്വാദ് കൂടുമെന്ന് പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും കേട്ടോ. ചായയുടെ സ്വാദ് കൂടും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. ആദ്യത്തെ ടാഗിലെ നിങ്ങൾ അത് ഓർത്തിരിക്കും. രണ്ടാമത്തത് അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്താണ്? അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ 1 atmospheric പ്രഷർ ആണ് താഴെങ്കിൽ മുകളിൽ ചെല്ലുമ്പോൾ 60, 70, 80 ഒക്കെ ആയിരിക്കാം. അപ്പൊ എത്രയാണ്? അപ്പൊ വെള്ളം തിളയ്ക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വെള്ളം തിളയ്ക്കും. അതായത് ഈ ഒരു 100°C എത്തില്ല, ചിലപ്പം 70°C 60°C ഒക്കെ വെള്ളം തിളയ്ക്കുന്ന ഒരു കേസ് സംഭവിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്ര ഓർക്കുക. തിളനില എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇതാണ് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയെ പറഞ്ഞ പേരാണ് ബോയിലിംഗ് പോയിന്റ് അഥവാ തിളനില എന്ന് പറഞ്ഞത്. പക്ഷെ ഈ തിളനില എപ്പോഴാണ്? അതിലെന്തുണ്ട്? അത് സീ ലെവലിലാണെങ്കിലായിരിക്കും 100°C. അത് മുകളിലോട്ട് ചെല്ലുന്തോറും അത് കുറയും എന്നൊരു കാര്യം ഓർക്കുക. അതായത് വെള്ളം തിളയ്ക്കും, പക്ഷെ അത് ഒരു 100°C ആയിരിക്കത്തില്ല. ചിലപ്പോൾ 60-ലോ 70-ലോ ഒക്കെ ആയിരിക്കും മുകളിൽ ചെല്ലുമ്പോൾ തിളയ്ക്കുന്നത് എന്നൊരു കാര്യം നിങ്ങൾ അതിൽ ഓർക്കുക. അപ്പൊ ഇതിനകത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇത് തമ്മിൽ ഏതാണ്ട് ഈക്വൽ വരുന്ന ഒരു സമയത്തായിരിക്കും ഈ ഒരു തിളയ്ക്കൽ സംഭവിക്കുന്ന എന്നൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം. ഓക്കെ, അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ കുക്കറിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രഷർ കുക്കറിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് പ്രഷർ കുക്കറിൽ സംഭവിക്കുന്നത്? 100°C തിളയ്ക്കുന്നത്? അതോ 100 കുറയുമോ? അതോ 100 കൂടുമോ? എന്താണ്? എന്തെങ്കിലും എഴുതണം. നിങ്ങൾ ചിലവർ പ്രഷർ കുക്കറിൽ ഫുഡ് പാകം ചെയ്യുന്നവരുണ്ടായിരിക്കാം, ചെയ്ത് കഴിച്ചവർ അല്ലെങ്കിൽ ഇപ്പം അമ്മയോ ഒക്കെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാം. പക്ഷേ എന്തിനാണ് പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പ്രഷർ കുക്കറിൽ വരുന്നത് ഏകദേശം ഒരു 120°C ആയിരിക്കും കേട്ടോ. ഏകദേശം 120°C പ്രഷർ കുക്കറിനകത്ത് എന്ത് സംഭവിക്കുന്നത്? തിളയ്ക്കുന്നത്. അതായത് ഈ ഒരു ടെമ്പറേച്ചർ 100° അല്ലാതെ കൂടുതലാണ്. 120°C അതിനകത്ത് ഈ ഒരു തിളയ്ക്കൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ബോയിലിംഗ് സംഭവിക്കുന്നത് 120°C. അപ്പൊ എന്താണ്? അപ്പം വളരെ നന്നായിട്ട് വേഗത്തിൽ കുക്ക് ചെയ്ത് കിട്ടും. അതാണ് ഇപ്പൊ ഉദാഹരണത്തിന് മലയുടെ മുകളിൽ നിങ്ങൾ ഭക്ഷണം കുക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? തിളനില പെട്ടെന്ന് തിളയ്ക്കും.
പെട്ടെന്ന് തിളയ്ക്കും. 60 ഡിഗ്രി 70 ഡിഗ്രി എത്തുമ്പോൾ തിളയ്ക്കും. താഴെയാണെങ്കിൽ 100 ഡിഗ്രിയിൽ തിളയ്ക്കും. അപ്പൊ മുകളിൽ ഇത്രയും ഡിഗ്രിയിൽ തിളയ്ക്കുമ്പോൾ ആ ഒരു അതിനകത്ത് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണത്തിന് എന്താണ് അതിന്റെ ആ ഒരു വേഗല ഒക്കെ കുറവായിരിക്കും. നന്നായിട്ട് വേകാൻ ഒരു സാധ്യതയില്ല. കാരണം ഈ ഒരു പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ മല എന്ന് എടുക്കുമ്പോൾ നിങ്ങൾ വല്ല ആനമുടി ആനമല ആ ഒരു കൺസെപ്റ്റിലൊക്കെ നിങ്ങൾ എടുത്താൽ മതി. അതിന്റെ ഒക്കെ ഏറ്റവും മുകളിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ വ്യത്യാസങ്ങളെ ഒക്കെ ഓവർകം ചെയ്യാനായിട്ട് ഈ പ്രഷർ കുക്കർ ഉപയോഗിക്കും. അപ്പൊ 120 ഡിഗ്രിയിൽ തിളയ്ക്കും, നല്ല രീതിയിൽ തിളച്ച് കിട്ടും. ഓക്കെ, അത് മാത്രമല്ല ആ കൂടെ നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ തിളപ്പിക്കുന്ന അവസരത്തിൽ എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഭക്ഷണം കുക്ക് ചെയ്തും കിട്ടും. ഉദാഹരണത്തിന് നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിലീഷ്യസ് ഒരു ഡിഷ് ഒക്കെ ഉണ്ടാക്കാൻ എന്ത് ചെയ്യും, പൊട്ടറ്റോ മാഷ് ചെയ്യേണ്ടി വരും. ഈ മാഷിന്റെ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, പൊതുവേ നമ്മൾ ഒരു ചെറിയൊരു പാത്രത്തിലൊക്കെ എടുത്താണ് ഈ ഒരു പൊട്ടറ്റോ നല്ല രീതിയിൽ തിളപ്പിക്കണമെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ചിലപ്പോൾ പോകും അല്ലെ. പക്ഷെ കുക്കറിലാണെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റോ 5 മിനിറ്റ് 15 മിനിറ്റ് ഒന്നും വേണമെന്നില്ല, അതിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് കിട്ടും. അപ്പം ഇങ്ങനെയുള്ള വേഗത്തിലുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വേഗത്തിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ 120 ഡിഗ്രിയിൽ തിളച്ച് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു തിളനിലയുടെ ഒരു കൺസെപ്റ്റിന്റെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇത്രയും സ്റ്റോറി പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ജസ്റ്റ് ആ ടേബിൾ ഒന്ന് നോക്കാം. വാട്ടറിന്റെ എത്രയാണ്, വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു വരുന്നത് 100 ഡിഗ്രി സെൽഷ്യസ്. ഐഡിയൽ ആയിട്ട് എടുക്കുന്ന എപ്പോഴും 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ടാണ് നമ്മളവിടെ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞത്. സൾഫർ 444 ഡിഗ്രി സെൽഷ്യസ് ആണ്, 444 ഡിഗ്രി സെൽഷ്യസ്. അത് നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ആ ടേബിൾ നോക്കിപ്പോയാൽ മതി. നിങ്ങൾ PDF ഒക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൽ കിട്ടും. ഓക്കെ, ടെലഗ്രാം ഗ്രൂപ്പിൽ PDF ഒക്കെ കിട്ടും. അതിന്റെ ലിങ്ക് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ ഫസ്റ്റ് കമന്റ് ആയിട്ട് തന്നെ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കയറി നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിനകത്ത് PDFs ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. പെട്രോൾ ഒക്കെ വരുവാണെങ്കിൽ 30 to 200 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. ഡീസൽ ആണെങ്കിൽ 180 to 360 ഡിഗ്രി സെൽഷ്യസ്. കെറോസിൻ 150 to 300 ഡിഗ്രി സെൽഷ്യസ്. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഒന്ന് നോക്കി വെച്ചാൽ മതി. ബാക്കിയുള്ളത് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട്, ക്യൂരിയോസിറ്റി ഉള്ളവരാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ നോക്കുന്ന ഒരു പുതിയൊരു കൺസെപ്റ്റ് ആണ് എന്ത്, ബ്ലീവ് എന്നൊരു കൺസെപ്റ്റ്. നിങ്ങൾക്ക് കാണുന്നുണ്ട് ബോയിലിംഗ്, ലിക്വിഡ്, എക്സ്പാൻഡിങ്, വേപ്പർ എക്സ്പ്ലോഷൻ, ബ്ലീവ്. നിങ്ങൾ ഇതിനു മുമ്പ് ഫയർ എക്സാം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബ്ലീവ് എന്നൊരു നെയിം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അത് നമുക്ക് ആ ഒരു ടൈമിൽ ആകെ ചോദിച്ചിരിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇതേ ഉള്ളൂ. അതായത് ബ്ലീവിന്റെ ഫുൾ ഫോം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഒരു ഹെഡിങ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളുക. ബോയിലിംഗ്, ലിക്വിഡ്, എക്സ്പാൻഡിങ്, വേപ്പർ എക്സ്പ്ലോഷൻ. ഇത് എന്താണെന്ന് പറഞ്ഞു തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ബൈഹാർട്ട് ചെയ്യാൻ എളുപ്പമുണ്ടോ, നിങ്ങൾ ഇപ്പോഴും അത് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ ഈ കഥയൊന്ന് പറഞ്ഞു തരാം. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും, കൺസെപ്റ്റ് പിടികിട്ടും. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് എളുപ്പം തന്നെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ബ്ലീവ്? എന്താണ് ബ്ലീവ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂടാ. അതായത് ഒരു ഗ്യാസ് സിലിണ്ടർ, നമ്മളൊരു ഒന്ന് സങ്കല്പിക്കുക, ഒരു എക്സാമ്പിൾ ഒന്ന് സങ്കല്പിക്കുക. ഒരു വീട്, ആ വീടിന് എന്ത് ചെയ്യുന്നു, ഷോർട്ട് സർക്യൂട്ട് പിടിക്കുന്നു. ഷോർട്ട് സർക്യൂട്ടിൽ അത്യാവശ്യം ഒരു ഫയറിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫയർ സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നു, അതായത് തീ പിടിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഓടി എത്തണം, രക്ഷിക്കണം എന്ന് പറയുന്നു അല്ലെ. അപ്പൊ എന്താണ് അവരെന്തായിരിക്കും പറഞ്ഞത്, വീട്ടിനകത്ത് തീ പിടിക്കാൻ സാധ്യതയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പുറത്തോട്ട് മാറ്റിക്കോളൂ എന്ന് പറയും. അവർ ആദ്യമേ ചോദിക്കുന്നത് വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടോ. ഗ്യാസ് സിലിണ്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും, ഏറ്റവും ആദ്യമേ ഗ്യാസ് സിലിണ്ടർ പുറത്തോട്ട് മാറ്റാൻ പറയും. എന്തുകൊണ്ടാണ്, ഈ വീടിന് തീ പിടിക്കുന്ന സമയത്ത് ഈ ഗ്യാസ് സിലിണ്ടറിലോട്ട് തീ എത്താം. ഈ ഗ്യാസ് സിലിണ്ടറിലോട്ട് എങ്ങനെയായിരിക്കും തീ എത്തുന്നത്, ഈ ചുറ്റിനും തീ പിടിക്കുന്ന സമയത്ത് ഈ ഗ്യാസ് സിലിണ്ടറിനകത്ത് എന്താണ്, നമ്മൾ അതിനകത്ത് ദ്രവീകൃത പെട്രോളിയം വാതകം അല്ലെങ്കിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് അതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു ഗ്യാസ് സിലിണ്ടറിനകത്ത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ലിക്വിഡ് ആയിട്ടാണ് ആ ഒരു ഗ്യാസ് എല്ലാം ഇരിക്കുന്നത്. കുറച്ച് ഒരു പോർഷൻ എന്തുണ്ട്, ഗ്യാഷ്യസ് സ്റ്റേജിലുണ്ട്, ബാക്കി ഒരു കൂടുതൽ പോർഷൻ ലിക്വിഡ് സ്റ്റേജിലാണ് എന്ത് നിൽക്കുന്നത്. അപ്പോ ഈ ഒരു തീ പിടിച്ച് ആ ഒരു പുറത്തെ സിലിണ്ടർ, ഇരുമ്പായിട്ടുള്ള സിലിണ്ടർ ചുട്ട് പഴുക്കും. ഈ ചുട്ട് പഴുക്കും എന്ത് ചെയ്യും, ഇതിനകത്തുള്ള സാധനം ബോയിൽ ചെയ്ത് തുടങ്ങും. ബോയിൽ ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് നല്ല രീതിയിൽ ഇത് വീർത്ത് വന്നിട്ട് ഇതെന്ത് ചെയ്യും, ഇതൊരു എക്സ്പ്ലോഷനിലോട്ട് ഇത് പോകും. ഓക്കെ, ഇങ്ങനെ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നതിനാണ് ഈ ഒരു എക്സ്പ്ലോഷൻ ആണ് എന്ന് പറയുന്നത് ബോയിലിംഗ്, ലിക്വിഡ്, എക്സ്പാൻഡിങ്, വേപ്പർ എക്സ്പ്ലോഷൻ. ആ ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, ഗ്യാസ് സിലിണ്ടറിനകത്ത് നമ്മൾ വാതകം അതിൻ്റെ സൂക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഗ്യാസ് സൂക്ഷിച്ചിരിക്കുന്ന ഏത് പരുവത്തിലാണ്, ലിക്വിഡ് എന്ന ഫോമിലാണ്. അപ്പൊ എന്താണ്, ലിക്വിഡ് ബോയിൽ ചെയ്യുന്നുണ്ട്. ലിക്വിഡ് ബോയിൽ ചെയ്യുമ്പോൾ അതിനകത്തുള്ള വേപ്പേഴ്സ് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും, അത് എക്സ്പ്ലോഡ് ചെയ്യും. ഇത്ര ഉള്ളൂ ബോയിലിംഗ്, ലിക്വിഡ്, വേപ്പർ, എക്സ്പാൻഡിങ്, വേപ്പർ എക്സ്പ്ലോഷൻ. അപ്പൊ ഇതാണ് സംഭവം. ഇത് പല ആക്സിഡൻസും പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. അതായത് ഇപ്പം പെട്രോൾ ടാങ്കർ മറിഞ്ഞു എന്ന് കേൾക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, പലരും ഉള്ള ബക്കറ്റും ഇതുമെല്ലാമായിട്ട് ഓടിച്ചെല്ലും. ബക്കറ്റും അതുപോലെ കിട്ടാവുന്ന സാധനങ്ങളെല്ലാമായിട്ട് ഓടിച്ചെല്ലും, കുപ്പി എല്ലാമായിട്ട് ഓടിച്ചെല്ലും പെട്രോൾ കളക്ട്. ഒരിക്കലും ചെയ്യരുത്.
അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു മെറ്റൽ സ്പാർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ എക്സ്പ്ലോഷൻ സംഭവിക്കും, ഭയങ്കര എക്സ്പ്ലോഷൻ സംഭവിക്കും. അപ്പോൾ നമ്മളതല്ല ഇനി വരുന്നൊരു പോർഷൻ നമ്മൾ നോക്കുന്നുണ്ട്, അത് ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്, ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ആ ഒരു അത് എത്രത്തോളം ഡേഞ്ചർ ആണ് പെട്രോൾ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ് ഒക്കെ എത്രത്തോളം കുറവാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒന്നും പേടിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അതായത് തിളനിലയ്ക്ക് മുകളിലുള്ള താപനിലയിൽ മർദ്ദത്തിലുള്ള ദ്രാവകം, തിളനിലയ്ക്ക് മുകളിലുള്ള താപനില എന്ന് ഓർക്കണം. അതായത് 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഇത് എത്തിക്കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. തിളനിലയ്ക്ക് മുകളിൽ എത്തണം എന്നുള്ളൊരു കാര്യം ഓർക്കുക. 100 ഡിഗ്രി സെൽഷ്യസ് ഐഡിയൽ ആയിട്ട് എടുത്തേക്കുന്നതാണ്. മർദ്ദത്തിന് ദ്രാവകം അടങ്ങിയ ഒരു പാത്രം പൊട്ടുകയും ദ്രാവകം വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെടുകയും, വേഗത്തിൽ എന്ത് ചെയ്യുന്നു, ബാഷ്പീകരിക്കപ്പെടുന്നുണ്ട്, വികസിക്കുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഒരു പ്രത്യേകതരം സ്ഫോടനം സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, ബ്ലീവ് എന്ന് പറയുന്നത്. നമ്മളെ ഗ്യാസ് സിലിണ്ടർ എക്സാമ്പിൾ വെച്ച് നമ്മൾ കണ്ടല്ലോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റിൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ഒരു ഇതിലോട്ട് പോയി. ഇതിനകത്ത് ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഈ ബ്ലീവിന്റെ ആ ഒരു എക്സ്പാൻഷൻ എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. ബോയിലിംഗ്, ലിക്വിഡ്, എക്സ്പാൻഡിങ്, വേപ്പർ എക്സ്പ്ലോഷൻ. നിങ്ങൾക്ക് ഇപ്പം അത് കിട്ടുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് നമുക്ക് പോവാം. നമുക്ക് അതിന്റെ MCQ ആണ്. ബ്ലീവിന്റെ പൂർണ്ണ രൂപം എന്ത്? ബ്ലീവിന്റെ പൂർണ്ണ രൂപം എന്ത്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ബോയിലിംഗ് ലിക്വിഡ് എമിറ്റിംഗ് അല്ല, കാരണം ഇത് എമിറ്റ് ചെയ്യുന്നില്ല. എക്സ്പ്ലോഡിംഗ് വേപ്പർ എമിഷൻ. പിന്നെ എന്താ, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പ്ലോഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് ആണെന്ന് പറഞ്ഞിരുന്നു. ഈ ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ലിക്വിഡ് കത്തുന്നുണ്ട്. അതിന് ശേഷം അതിനകത്തെ ആ ഒരു മോളിക്കുലാർസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്തുമ്പോൾ അത് വേപ്പർ ആണെന്ന് തുടങ്ങും. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്, എക്സ്പാൻഡിങ് ആണ്. പിന്നെ എന്താണ്, വേപ്പർ എക്സ്പ്ലോഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന്റെ ആ ഒരു എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ. അതിനകത്ത് നിങ്ങൾ ഇത് മാത്രം എഫോർട്ട് ഇട്ട് പഠിച്ചാൽ മതി, വേറെ ഒന്നും അതിനകത്ത് നിങ്ങൾക്ക് എഫോർട്ട് ഇടാനായിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതിന്റെ ആൻസർ അത് തന്നെയാണ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു കൺസെപ്റ്റിലോട്ട് നമുക്ക് പോകാം. ഫ്ലാഷ് പോയിന്റ്. ഓക്കെ, ഫ്ലാഷ് പോയിന്റ് വരുന്നുണ്ട്. ഫ്ലാഷ് പോയിന്റ് ശേഷം എന്ത് വരുന്നുണ്ട്, ഫയർ പോയിന്റ് വരുന്നുണ്ട്. അതിനുശേഷം ഇഗ്നിഷൻ ടെമ്പറേച്ചർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് ഒരു കൺസെപ്റ്റായിട്ട് നമുക്ക് പഠിക്കാം. പക്ഷെ അതിന് മുന്നേ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്? ഫ്ലാഷ് പോയിന്റ് എന്താണ്? ഫ്ലാഷ് പോയിന്റ് എന്ന് വെച്ചാൽ തീ പിടിക്കുന്ന ഏറ്റവും ചെറിയൊരു സമയം. ഫയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കുറച്ചേരം നിൽക്കും, കുറച്ചേരം കത്തി നിൽക്കുന്ന ഒരു സമയം. ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ കത്തുന്ന ഒരു സമയം. ഇത്ര നിങ്ങൾ തൽക്കാലം നിങ്ങൾ ഇപ്പം ഇത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങൾ അതിൽ കൂടുതൽ ചിന്തിക്കണം, ഞാൻ പറഞ്ഞുതരാം മാത്രം നിങ്ങൾ അതിനെ തൊട്ട് പോയാൽ മതി. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനായിരിക്കും നമ്മൾ ഇതൊക്കെ അറിയുന്നത്? എന്തിനായിരിക്കും നമ്മൾ ഫ്ലാഷ് പോയിന്റ് എന്താണെന്ന് അറിയുന്നുണ്ട്, ഫയർ പോയിന്റ് എന്താണെന്ന് അറിയുന്നുണ്ട്, ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഇതൊക്കെ തീ പിടിക്കുന്ന ഒരു സമയം എന്തിനാണ്, അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് ഒരു വാതകം അല്ലെങ്കിൽ ഒരു ഇന്ധനം തീ പിടിക്കും എന്നൊക്കെ നമ്മൾ എന്തിനായിരിക്കും നമ്മൾ അറിയുന്നത്? നമ്മൾ അറിയുന്നത് ഇത്രേ ഉള്ളൂ, ഒരു അപകടം, ഒരു കാര്യം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ ഒരു അപകടം ഉണ്ടാവാതെ ഇരിക്കുന്നതാണ് അപകടം ഉണ്ടായിട്ട് അതിന് കെയർ എടുക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം നമ്മൾ ആദ്യമേ അറിയുന്നത്. ഓക്കെ, അതായത് ഒരു അപകടം എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ പ്രോപ്പറായിട്ട് നമ്മൾ അതിനെ കണ്ടെയ്ൻ ചെയ്തല്ലേ, നമ്മൾ നോക്കിയല്ലേ, നമ്മൾ ശ്രദ്ധിച്ചാലേ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാം എന്നൊക്കെ അറിയാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്, ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനെങ്ങനെ കണ്ടെയ്ൻ ചെയ്യണം എന്നുള്ളതൊക്കെ അറിയാനായിട്ട് ഇതെല്ലാം അറിയേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. ഒരു ഫയർമാനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് സിലബസിലുള്ളതാണ്. അപ്പം ഇത് പഠിക്കുമ്പം നിങ്ങൾ ഒരു ബ്ലാങ്ക് ആയിട്ട് നിങ്ങൾ പോകേണ്ടത്, ഞാനിത് പിന്നെ കേട്ടിട്ടില്ലല്ലോ, ഞാൻ ഇനി പഠിച്ചാൽ എനിക്ക് എന്നാ പറയുക, പെട്ടെന്ന് ഇത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുമോ? സിമ്പിളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. പേരൊക്കെ മാത്രമേ ഇത്രേ ഉള്ളൂ, നമുക്കത് സെറ്റ് ചെയ്യാം, നമുക്കത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പം എന്താണ് ഫ്ലാഷ് പോയിന്റ്? ഫ്ലാഷ് പോയിന്റ് എന്തായിരിക്കും? നിങ്ങൾക്ക് ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ബാഷ്പ സ്വഭാവമുള്ള ഒരു പദാർത്ഥത്തിന്റെ ബാഷ്പം, അത് ബാഷ്പ സ്വഭാവമുള്ള ഒരു പദാർത്ഥത്തിന്റെ ബാഷ്പം ഒരു തീയുടെ സ്രോതസ്സിനടുത്ത് വെച്ചാൽ, അതായത് തീ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനത്തിന് അടുത്ത് വെച്ചാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ തീപ്പെട്ടി വലിച്ച് നമ്മൾ വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ലൈറ്റർ ഇതിൻ്റെ ഒക്കെ അടുത്ത് വെക്കുന്നു, അത്രേ ഉള്ളൂ. അത്രയും സിമ്പിളാണ്, ചിന്തിച്ചാൽ മതി. ഓക്കെ, തീയുടെ സ്രോതസ്സിനടുത്ത് വെച്ചാൽ തീ പിടിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ചൂടിനെ പറഞ്ഞവരാണ്. തീ പിടിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ചൂട് എന്ന കാര്യം ഓർക്കുക. തീ പിടിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ചൂടിനെ ആണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും കുറഞ്ഞ ചൂടിനെയാണ്. അപ്പം അത് എന്തായിരിക്കും, ഒരു ടെമ്പറേച്ചർ, ഒരു പർട്ടിക്കുലർ ഒരു ടെമ്പറേച്ചർ ആണ് എന്ത്, ഫ്ലാഷ് പോയിന്റ് എന്നൊരു കാര്യം ഓർക്കുക കേട്ടോ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആണെന്ന് ഓർക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു പാത്രം എടുക്കുന്നു, പാത്രത്തിൽ ഞാൻ ഡീസൽ ഒഴിക്കുന്നു. ഇതിൽ ഞാൻ പെട്രോൾ അല്ല ഡീസലാണ് ഒഴിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെട്രോളിന്റെ ഫ്ലാഷ് പോയിന്റ് ഭയങ്കര കുറവാണ്, മൈനസ് ആണ്.
-40 എന്ത് വരും എന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു ഇത് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് പെട്ടെന്ന് എക്സ്പ്ലോഡ് ആവും. അതുകൊണ്ട് തന്നെ പെട്രോൾ ഇതുപോലുള്ള എക്സ്പെരിമെന്റുകൾക്ക് ഉപയോഗിക്കാറില്ല, DSL ആണ് ഉപയോഗിക്കുന്നത്. കാരണം അതിന്റെ താരതമ്യേന കൂടുതലാണ് ഫ്ലാഷ് പോയിന്റ്. ശരി, അപ്പോൾ നമുക്ക് കഥയിലോട്ട് വരാം. നമ്മൾ ഒരു വെസലിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ച് ഡീസൽ ഒഴിച്ചിട്ട് നമ്മൾ താഴെ നിന്ന് തീ കൊടുക്കുക. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ വെസൽ വരയ്ക്കാം. വെസല് ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, ഞാൻ ഡീസൽ ഒഴിക്കുകയാണ്. ഡീസൽ ഒഴിച്ചിട്ട് ഞാൻ താഴെ തീ കൊടുക്കുന്നു. തീ കൊടുക്കുമ്പോൾ ഞാൻ ആദ്യം അത് 0 ഡിഗ്രിയിലായിരിക്കും. 0 ഡിഗ്രിയിൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു തീപ്പെട്ടി വരച്ചിട്ട് എൻ്റെ മുകളിൽ ഒന്ന് കാണിച്ചു നോക്കും. അപ്പോൾ അതിന് തീ പിടിക്കുന്നുണ്ടോ. പിന്നെ എന്ത് ചെയ്യും, ഞാനത് 1 ഡിഗ്രി സെൽഷ്യസിലാക്കും. ഇതേ സെയിം പ്രോസസ്സ് ചെയ്യും, തീപ്പെട്ടി വരച്ച് നോക്കും, തീ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു അത്യാവശ്യം ഒരു പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും ഇതിന് എന്ത് സംഭവിക്കുന്നത്, തീ പിടിക്കുന്നത്. അതിനെയാണ് പറഞ്ഞ പേര് ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഡീസലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 52 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും. അതിൻ്റെ ഒരു 52 മുതൽ 96 വരും. അത് അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിനകത്തുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം വെച്ചിട്ടായിരിക്കും ആ ഒരു ഇതിലേക്ക് എത്തുന്നത്, ആ ഒരു കണക്കിലേക്ക് എത്തുന്നത്. അപ്പോൾ 52 ഡിഗ്രി മുതലായിരിക്കും. ഇപ്പം ഞാനത് 52 ഡിഗ്രിയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് ജസ്റ്റ് ഒന്ന് സ്പാർക്ക് ചെയ്യുന്നു. നമ്മളിങ്ങനെ ടിപ്പ് വെക്കുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നു, ഒന്ന് സ്പാർക്ക് ചെയ്തിട്ട് അത് കെടുന്നു. ഓക്കെ, ഇതിനെയാണ് പറഞ്ഞൊരു ഫ്ലാഷ് പോയിന്റ്. ഫ്ലാഷ് പോയിന്റിന് അവിടെ തീ പിടിക്കുന്ന ആൾക്ക് എത്തുന്ന ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടിപ്പ് എന്നൊരു സൗണ്ട് കേൾക്കുന്ന പോലെ തന്നെ അവിടെ ജസ്റ്റ് ഒന്ന് ഫയർ ഒന്ന് ആളുന്നു, കെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. കേട്ടോ, ഇത്രേ ഉള്ളൂ ഫ്ലാഷ് പോയിന്റ് എന്നൊരു കാര്യം. അപ്പം ഫ്ലാഷ് പോയിന്റ് സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ദ്രാവകം എത്രത്തോളം എളുപ്പത്തിൽ തീപിടിക്കാൻ പറ്റും എന്നതാണ്. ഒരു ദ്രാവകം എത്രത്തോളം എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് എന്ത്, ഫ്ലാഷ് പോയിന്റ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഒരു ദ്രാവകം അല്ലെങ്കിൽ ഒരു ഇന്ധനം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം സേഫ് ആണ്, അല്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ അതിനെ സൂക്ഷിക്കണം എന്നൊക്കെ അറിയാൻ പറ്റും. അതുപോലെ അത് മാത്രമല്ല, അത് ഇൻഡസ്ട്രിയൽ പർപ്പസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പർപ്പസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് എത്രത്തോളം സേഫ് ആണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലാഷ് പോയിന്റ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലാഷ് പോയിന്റ് അളക്കുന്നതിന്റെ 2 പ്രധാന രീതിയാണ് ഓപ്പൺ കപ്പ് രീതിയും ക്ലോസ്ഡ് കപ്പ് രീതി. ഇത് നിങ്ങൾ വിശദമായിട്ട് അറിയേണ്ട, ഇങ്ങനെ ഒരു 2 ടെക്നിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞ രീതി ഓപ്പൺ കപ്പ് രീതിയാണ്. ഓക്കെ, അപ്പോൾ ഓപ്പൺ കപ്പ് രീതിയുണ്ട്, ക്ലോസ്ഡ് കപ്പ് രീതിയുണ്ട് എന്ന് മാത്രം നിങ്ങൾ അതിൽ അറിഞ്ഞാൽ മതി. ഇത്രേ ഉള്ളൂ ഫ്ലാഷ് പോയിന്റിന്റെ കൺസെപ്റ്റ്. ഇനി നമുക്ക് അതിന്റെ ഒരു ചാർട്ട് നമുക്ക് നോക്കാം. ഓരോന്നിന്റെയും ഫ്ലാഷ് പോയിന്റ് എത്രയൊക്കെ ആയിരിക്കും വരുന്നത് നോക്കാം. അപ്പോൾ പെട്രോൾ ആണെങ്കിൽ നമ്മൾ കണ്ടു അല്ലെ, -43 ഡിഗ്രി ടു -40 ഡിഗ്രിയാണ്. അപ്പോൾ എന്താ 0 പോലും ആവണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തീ പിടിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. പെട്രോൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്, -43 ടു -40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡീസൽ വരുമ്പോൾ എത്രയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 52 ഡിഗ്രി സെൽഷ്യസ് മുതൽ 96 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഡീസലിൽ വരുന്നത്. കെറോസിൻ മണ്ണെണ്ണ 38 ഡിഗ്രി സെൽഷ്യസ് മുതൽ 72 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇത് നമുക്ക് PYQ വന്നിട്ടുള്ളതാണ് കേട്ടോ. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് കെറോസിന്റെ ഇത് വരുന്നത്, ഫ്ലാഷ് പോയിന്റ് വരുന്നത്. അത് നിങ്ങളൊന്ന് ഓർമ്മ വെച്ചോളുക. ഡീസലും പെട്രോളും ഓർമ്മ വെച്ചോളൂ, 2 എണ്ണം ഉള്ളൂ. ബാക്കിയൊന്നും നിങ്ങൾ ഓർമ്മ വെക്കണ്ട. എത്തനോളും LPG, കോക്കനട്ട് ഓയിൽ വെക്കണമെന്നില്ല, അത് ഞാനൊന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ. ഈ കാണുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ആണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു സിമ്പിൾ കാണിച്ചാൽ അതിന്റെ അർത്ഥം അപ്രോക്സിമേറ്റ് എന്നാണ്. എത്തനോൾ ആണെങ്കിൽ 13 ഡിഗ്രി സെൽഷ്യസ് ആണ് എത്തനോൾ വരുന്നത്. LPG വരുന്നത് -104 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. -104 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് വരുന്നത്, LPGയുടെ ഫ്ലാഷ് പോയിന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു PYQ നമുക്ക് പോവാം. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷത്തെ വന്ന ഫയർ എക്സാമിന് ചോദിച്ചൊരു PYQ ആണ്. നമുക്ക് ആ PYQ നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയേത്? ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കൂടുതലാകുന്നു. ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ്. രണ്ടാമത്തെ, ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. മൂന്നാമത്തത്, ജ്വലനശേഷി കുറഞ്ഞ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറവുള്ളതാകുന്നു. നാലാമത്തത്, ജ്വലനശേഷിയുള്ള ദ്രാവകത്തിന്റെ താപം ഫ്ലാഷ് പോയിന്റ് എത്തിയാൽ ആയത് സ്വയം കത്തിപ്പിടിക്കുന്നു. ഓക്കെ, അപ്പം ഉത്തരം നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അതിനകത്തൊന്ന് ഉത്തരം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനൊന്ന് ശ്രമിച്ചേ. എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ എന്താണ് കണ്ടത്? നേരത്തെ നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ നോക്കിയേ, ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കൂടുതലാകുന്നു. ശരിയാണോ? ജ്വലനശേഷി കൂടുതലാണ് ഒരു ദ്രാവകത്തിന്, അതിന്റെ ഫ്ലാഷ് പോയിന്റ് ഏതാണ്? അതിന്റെ ഫ്ലാഷ് പോയിന്റ് എത്രയാണ് വരുന്നത്? ജ്വലനശേഷി ഒരു ദ്രാവകത്തിന് കൂടുന്നു, ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഫ്ലാഷ് പോയിന്റ് കൂടുമോ? ഫ്ലാഷ് പോയിന്റ് കൂടിയാൽ അതിന്റെ അർത്ഥം എന്താണ്? ജ്വലനശേഷി കുറവാണ് എന്നതാണ് കേട്ടോ. ഫ്ലാഷ് പോയിന്റ് കൂടിയാൽ അതിന്റെ അർത്ഥം ജ്വലനശേഷി കുറവാണ് എന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. ഓക്കെ, ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. ശരിയല്ലേ? അതെന്താണ്? എളുപ്പത്തിൽ
കത്തും. ജ്വലനശേഷി കൂടുതലാണെങ്കിൽ എന്താണ്? ജ്വലനശേഷി കൂടുതലാന്ന് വെച്ചാൽ എന്താ? അത് പെട്ടെന്ന് കത്തും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറവാണ് കേട്ടോ. അതിന്റെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറവാണ്. ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളത് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളത് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. അപ്പൊ നിങ്ങളതെല്ലാം വായിച്ചു നോക്കി വളരെ സാവധാനം മാത്രം നിങ്ങൾ ആൻസറിലോട്ട് പോവുക. അതുപോലെ അടുത്ത ഓപ്ഷൻ വരുന്നത് ജ്വലനശേഷി കുറഞ്ഞ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് കുറവുള്ളതാകുന്നു. തെറ്റാണ്. ജ്വലനശേഷി കുറഞ്ഞാൽ ഫ്ലാഷ് പോയിന്റ് കുറവായിരിക്കില്ല. ജ്വലനശേഷി കുറയുമ്പോൾ എന്താണ്? ഫ്ലാഷ് പോയിന്റ് കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ എന്താ? ജ്വലനശേഷിയുള്ള ദ്രാവകത്തിന്റെ താപം ഫ്ലാഷ് പോയിന്റിൽ എത്താൽ അത് സ്വയം കത്തുന്നു. അല്ല, ഇതിന് പറഞ്ഞ പേര് ഇഗ്നീഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഓട്ടോ ഇഗ്നീഷൻ എന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയും, അല്ലെങ്കിൽ ഓട്ടോ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്നൊക്കെ പറയും ആ ഒരു കാര്യത്തിന് കേട്ടോ. അപ്പം ഈ ഒരു ഓപ്ഷനും അല്ല. എൻ്റെ ഓപ്ഷൻ വരുന്നത് ആൻസർ ബി ആണ് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് എത്രയാണ്? മണ്ണെണ്ണയുടെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ? അപ്പോൾ ആ ടൈമിൽ നിങ്ങളോട് ഓർമ്മയിൽ വെക്കണം എന്ന് പറഞ്ഞിരുന്നു. എത്രയാണ് വരുന്നത്? 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിനകത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം. ഈ ഒരു 38 ഡിഗ്രി സെൽഷ്യസ് അതുപോലെ തന്നെ -38 ഡിഗ്രി സെൽഷ്യസ് ഇപ്പൊ പൊതുവെ PSL കാണുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ 4 ഓപ്ഷൻ വരുന്ന ഒരു സമയത്ത് ഒരു ഓപ്ഷനോട് സാമ്യമുള്ള അതേ ഒരു ഓപ്ഷൻ തന്നെയാണ് എടുത്ത് വരുന്നതെങ്കിൽ, ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഉത്തരം. ഒരു 90% അങ്ങനെ തന്നെയാണ് വരുന്നത്. അതായത് -38ഉം 38ഉം വന്നാൽ ഇന്നത്തെ ആൻസർ ഇതിൽ ഏതെങ്കിലും ഒന്നേ ആകത്തുള്ളൂ. ഓക്കെ, അപ്പൊ മണ്ണെണ്ണയുടേതും ആ ഒരു രീതിയിലും ലോജിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ ഒരു രീതിയിലുള്ള ലോജിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് ആൻസറിലോട്ട് എത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. തീരെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോജിക്കിലൂടെ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഒരു അത്യാവശ്യം ആ ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു ധാരണ ഉണ്ടായാൽ മാത്രം മതി. അപ്പൊ നിങ്ങൾക്ക് എത്താൻ പറ്റും. അങ്ങനെയുള്ളപ്പോഴാണ് നിങ്ങൾക്ക് മൈനസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് വരുന്നത് 38 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രമായി കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിന് എന്താണ് പറഞ്ഞത്? അതായത് നമ്മൾ കണ്ടു അല്ലെ, കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്നൊരു മിശ്രിതം. വേണ്ട, ഒരു വാതകം മതി. വായു അതിൻ്റെ കൂടെ ഓൾറെഡി ഉണ്ട്, ഓട്ടോമാറ്റിക്കലുണ്ട്. ചേർന്നൊരു മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രമായി കത്തുന്നു. നമ്മൾ അറിയാമല്ലോ, ഫ്ലാഷ് എന്താണ്? ഒരു മിന്നലാണ്. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു മിന്നൽ നടക്കുന്ന പോലെ ഒരു മിന്നലാണ് നടക്കുന്നത്. അപ്പം കത്തിയാണ്. അതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിന് എന്താണ് പറഞ്ഞത്? ഫയർ പോയിന്റ് അല്ല. ഫയർ പോയിന്റിലോട്ട് നമുക്ക് വരാം. ഫയർ പോയിന്റ് എന്ന് പറഞ്ഞത് കുറഞ്ഞത് ഒരു 5 സെക്കൻഡ് എങ്കിലും അവിടെ ഉണ്ടാവണം. ഫയർ ബോൾ അല്ല, അത് ഫയർ കിടത്തുന്നത് വേറൊരു കൺസെപ്റ്റ് ആണ്. അതുപോലെ ഫ്ലാഷ് പോയിന്റ് നമ്മൾ പറഞ്ഞു. ഫ്ലാഷ് പോയിന്റ് നമ്മൾ നേരത്തെ കണ്ടു. ഫ്ലാഷ് പോയിന്റ് എന്താണ്? അത് മിന്നി മറിയുന്ന ഒരു കാര്യമാണ് ഫ്ലാഷ് പോയിന്റ്. അപ്പോൾ ഫ്ലാഷ് പോയിന്റ് ആണ് അതിന്റെ ഉത്തരം വരുന്നത്. പിന്നെ വരുന്നത് എന്താണ്? ഇഗ്നീഷൻ പോയിന്റ്. ഇഗ്നീഷൻ പോയിന്റ് എന്ന് വെച്ചാൽ എന്താ? ഇഗ്നീഷൻ പോയിന്റിലോട്ട് നിങ്ങൾക്ക് എത്തുന്നതേ ഉള്ളൂ. അത് തന്നെ കത്തുന്ന ഒരു കാര്യമാണ് ഇഗ്നീഷൻ പോയിന്റ് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നില്ല, സ്പോണ്ടേനിയസ് കമ്പസ്റ്റൻ. നമ്മളത് രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നു. ഈ സ്പോണ്ടേനിയസ് കമ്പസ്റ്റനിൽ എന്താണ് സംഭവിക്കുന്നത്? സ്വാഭാവിക ജ്വലനം അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് കമ്പസ്റ്റൻ, മലയാളത്തിൽ നമ്മൾ സ്വാഭാവിക ജ്വലനം എന്ന് പറയാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഫോസ്ഫറസിന് തന്നെ തീ പിടിക്കണം. അപ്പൊ ഇതുകൊണ്ടാണ് അത് വെള്ളത്തിൽ സൂക്ഷിക്കുന്നത്. ഇതിനെ തന്നെ തീ പിടിക്കുന്നതിന് പറഞ്ഞത് ഒന്ന് സ്പോണ്ടേനിയസ് കമ്പസ്റ്റൻ എന്ന് പറയും. അതുപോലെ ആ ഒരു എത്തുന്ന ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിലാണോ തീ പിടിക്കുന്നത് പറഞ്ഞ പേരാണ് എന്താ? ഇഗ്നീഷൻ പോയിന്റ് എന്നുള്ള കാര്യം. ഇതല്ല ആൻസർ. ഇഗ്നീഷൻ പോയിന്റ് അല്ല ആൻസർ, ഫ്ലാഷ് പോയിന്റ് ആണ് ആൻസർ. കാരണം എന്താ? ഒരു വാതകവും വായുവും ചേർന്ന ഒരു മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രമായി കത്തി അവശേഷിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഫ്ലാഷ് പോയിന്റ് ആണ്. ഓക്കെ, നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ അത് എന്തെങ്കിലും ഇതിൽ വിട്ടുപോയി നിങ്ങൾ ഒന്നും കൂടെ കേട്ടാൽ മതി. അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലാഷ് പോയിന്റ് ആണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലാഷ് പോയിന്റ് എന്നൊരു കൺസെപ്റ്റ് കണ്ടു. ഇനി നമ്മൾ പോകുന്നതാണ് ഫയർ പോയിന്റ് എന്നൊരു കൺസെപ്റ്റിലേക്കാണ് ഇനി പോകുന്നത്. ഫയർ പോയിന്റ്, ഫ്ലാഷ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ജസ്റ്റ് ഒന്ന് മിന്നുന്നു, മായുന്നു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ MCQ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഫയർ പോയിന്റ് എന്താണെന്ന്. ഫയർ പോയിന്റ് എന്താ? ഒരു 5 സെക്കൻഡിലേക്കെങ്കിലും തീ പിടിക്കണം എന്നതേ ഉള്ളൂ. അതായത് മറ്റൊന്ന് ജസ്റ്റ് ഒരു 1 സെക്കൻഡ് ടിപ്പ് സൗണ്ടിൽ മിന്നുന്നു, മായുന്നു. ഫയർ പോയിന്റ് വരുമ്പോൾ ഒരു 5 സെക്കൻഡിലേക്ക് ഈ ഒരു തീ കത്തി നിൽക്കുന്ന ആ ഒരു കാര്യമാണ് എന്ത്? ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫയർ പോയിന്റ് അഥവാ ജ്വലന പോയിന്റ് എന്നാൽ ഒരു ബാഷ്പീകരണ ജ്വലന പദാർത്ഥം. ജ്വലനത്തിന് ശേഷം അതിന്റെ ബാഷ്പം വായുവിൽ കത്തൽ തുടരുന്ന ഏറ്റവും കുറഞ്ഞ താപനില. ഇത് വരുന്ന സമയം എന്ന് വെച്ചാൽ ഒരു 5 സെക്കൻഡെങ്കിലും ഇത് കത്തണം എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ നോക്കി അതേ എക്സ്പെരിമെന്റ് തന്നെ. എന്ത് ചെയ്യുന്നു? ഡീസൽ താഴെ ചൂടാക്കുന്നു. നമ്മൾ മുകളിൽ എന്ത് ചെയ്യുന്നു? നമ്മളൊരു പ്രത്യേക ഒരു ഡിഗ്രി സെൽഷ്യസിൽ, ഇപ്പം 52 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് സംഭവിച്ചു? അതൊരു ഫ്ലാഷ് പോയിന്റ് കണ്ടു, ഒരു മിന്നിമായെന്ന് കണ്ടു. പക്ഷെ ഇതൊരു 10 ഡിഗ്രി സെൽഷ്യസിന് താഴെ കൊടുത്തിട്ടുണ്ട്. പൊതുവെ ഫയർ പോയിന്റ് ഫ്ലാഷ് പോയിന്റിനേക്കാൾ ഏകദേശം
10°C കൂടുതലാണെന്ന് അനുമാനിക്കാം. 10°. അതായത് നമ്മൾ നേരത്തെ ഫ്ലാഷ് പോയിന്റ് കണ്ട എത്രയിലാണ്? 52-ലാണെങ്കിൽ ഇത് ഫയർ പോയിന്റ് വരുമ്പോൾ അത് വരേണ്ടത് ഒരു ഏകദേശം 50 അല്ല, ഒരു 62°C ഇത് വരേണ്ടത്. ഓക്കെ, ഏറ്റവും കുറഞ്ഞ 62. അപ്പൊ അത് അങ്ങനെ വന്നാൽ അതാണ് ഏറ്റവും നല്ലൊരു ഇന്ധനം എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും ഒരു ബെസ്റ്റ് ആയിട്ടൊരു ഇന്ധനം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് തന്നെ ഈ ഒരു ഡിഫറൻസ് എടുത്തിട്ട് തന്നെയാണ്. ഫ്ലാഷ് പോയിന്റ് ഫയർ പോയിന്റ് ആ ഒരു 10°C ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെയാണ്. അപ്പൊ ഇതെന്ത് സംഭവിക്കുന്നത്? ഒരു 10 സെക്കൻഡെങ്കിലും ഇത് കത്തി നിന്നാൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാൻ, സോറി 10 അല്ല, ഒരു 5 സെക്കൻഡെങ്കിലും കത്തി നിന്നാൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാൻ പറ്റും? ഫയർ പോയിന്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞത് ഒരു ഏകദേശം ഒരു മിനിമം ഒരു 10°C എങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് അതൊരു ഐഡിയൽ ഫ്യൂവൽ എന്ന രീതിയിൽ നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് എന്നൊരു കാര്യം കൂടെ നിങ്ങൾ അതിൽ ഓർക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്ന എക്സ്പെരിമെന്റ് വെച്ചത് തന്നെയാണ്. നമ്മൾ നേരത്തെ ഡീസലിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടു, ഫ്ലാഷ് പോയിന്റ് എക്സ്പെരിമെന്റ് കണ്ടു. ഈ ഫ്ലാഷ് പോയിന്റിൽ 52 സെക്കൻഡ് എത്തിയപ്പോൾ അത് എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് മിന്നിമാഞ്ഞു. അതിനുശേഷം നമ്മളത് പിന്നീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 62 സെക്കൻഡിൽ എത്തുമ്പോൾ ഇതിന് വേറൊരു കാര്യം സംഭവിക്കുകയാണ്. അതായത് ഇതിന് തീ പിടിക്കാനങ്ങ് തുടങ്ങുന്നു. നമ്മൾ മാറ്റുമ്പോൾ ഇതൊരു എന്ത് ചെയ്യുന്നു? ഒരു 5 സെക്കൻഡെങ്കിലും തീ പിടിച്ചിട്ട് ഇത് കെടുന്നു. ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 5 സെക്കൻഡെങ്കിലും തീ പിടിച്ചിട്ട് ഇത് കെടുന്നു. അത് ഒരു 62 സെക്കൻഡിലാണ്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്തില്ല? നമ്മൾ ആ ഒരു ജ്വാലയുടെ സാന്നിധ്യം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. അതായത് തീപ്പെട്ടി ഉരച്ച് വെച്ചത് നമ്മൾ അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞും ഒരു 5 സെക്കൻഡ് കൂടെ അത് കത്തുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കാം. പെട്രോളിൻ്റെത് ഒരു ഏകദേശമാണ്, ഏകദേശം -40°C ആണ്. നമ്മൾ ഡീസലാണ് നമ്മൾ എക്സാമ്പിൾ കണ്ടിരുന്നത്. നമ്മൾ ഡീസലിന് കണ്ടു എത്രയാണ്? നേരത്തെ 52 ആയിരുന്നു, ഇപ്പൊ അതിന്റെ ഫയർ പോയിന്റ് 52 ആയിരുന്നു. അപ്പൊ ഡീസലിന്റെ ഫ്ലാഷ് പോയിന്റ് വന്നപ്പോൾ എത്രയാണ്? 62°C, ഏകദേശം 62°C 100°C ഇടയിൽ വന്നിട്ടുണ്ട്. ഒരു ഐഡിയൽ ഫ്യൂവൽ തന്നെയാണ്. അതുപോലെ എന്താ, കെറോസിൻ നേരത്തെ 38 ആയിരുന്നു, അത് എത്ര വന്നിട്ടുണ്ട്? ഒരു 50°C മുതൽ 74°C വരെ വന്നിട്ടുണ്ട്. എത്തനോളിന്റെ കാര്യം എന്താണ് പ്രശ്നം? എത്തനോൾ അത്രയ്ക്ക് ഐഡിയൽ അല്ല. കാരണം എന്താ, അതൊരു 13°C ആയിരുന്നു, ഒരു ഏകദേശം 16°C അറൗണ്ട് വന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 16°C വന്നിട്ടുണ്ട്. LPG 104°C അപ്രോക്സിമേറ്റ് ആണ് കാണിച്ചത്. അത് 101°C ഫ്ലാഷ് പോയിന്റിൽ കാണിക്കുന്നത്. അപ്പൊ ഈ കാര്യം നിങ്ങൾ ഈ ഒരു ടേബിൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മ വെക്കുക. എന്നിട്ട് പെട്രോളും ഡീസലും കെറോസിനും ഒന്ന് ഓർമ്മ വെച്ചാൽ മതിയാവും. അപ്പൊ നമുക്കിനി അടുത്ത ഒരു കൺസെപ്റ്റ് കിട്ടും, അതായത് ഇഗ്നീഷൻ ടെമ്പറേച്ചർ അഥവാ ജ്വലന താപനില. കേട്ടോ, ജ്വലന താപനില അഥവാ ഇഗ്നീഷൻ ടെമ്പറേച്ചർ. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് നേരത്തെ നമ്മൾ കണ്ടു അല്ലെ? അതായത് നമ്മളൊരു എക്സാമ്പിൾ, ഫോസ്ഫറസിന്റെ എക്സാമ്പിൾ ഞാൻ MCQ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ് ആ എക്സാമ്പിൾ പറഞ്ഞത്? അതായത് സ്വാഭാവിക ജ്വലനം അവിടെ സംഭവിക്കുന്നത്, സ്പോണ്ടേനിയസ് കമ്പസ്റ്റൻ അവിടെ സംഭവിക്കുകയാണ്. ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞത്? ഈ സംഭവിക്കുന്ന ആ ഒരു ചൂടിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഒരു ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വസ്തു തന്നെ തീപിടിക്കുകയാണ്. ഓക്കെ, അതിന്റെ പുറത്തുനിന്നുള്ള നാച്ചുറൽ ആയിട്ടൊരു താപം സ്വാംശീകരിച്ച് അതെന്ത് ചെയ്യുന്നു? തീപിടുത്തം സംഭവിക്കുന്നു, തന്നെയാണ് തീ പിടിക്കുന്നത്. മറ്റുള്ള ഒരു ഇന്ധനത്തിന്റെ സോഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഇഗ്നീഷൻ ടെമ്പറേച്ചർ അഥവാ ജ്വലന താപനില. ഇതറിയുന്ന വേറൊരു പേര് ഓട്ടോ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്നാണ്. കേട്ടോ, ഓട്ടോ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്നാണ് ഇത് അറിയപ്പെടുന്ന വേറൊരു പേര്. ഇഗ്നീഷൻ ടെമ്പറേച്ചർ അറിയപ്പെടുന്ന വേറൊരു പേര് ഓട്ടോ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്നാണ്. അപ്പൊ നിങ്ങളോട് അങ്ങനെ ചോദിച്ചാലും ഇത് തന്നെയാണ് കാര്യം എന്ന് ഓർക്കുക. അപ്പൊ ഞാൻ ഡെഫിനേഷൻ നോക്കിയാൽ, ഒരു പദാർത്ഥത്തിന്റെ ജ്വലന താപനില എന്നത് ഒരു ബാഹ്യജ്വലന സ്രോതസ് ഇല്ലാതെ, നമ്മൾ നേരത്തെ എക്സ്പെരിമെന്റിൽ തീപ്പെട്ടി വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ തീപ്പെട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജ്വലന സ്രോതസ് നമ്മൾ കാണിക്കുന്നില്ല. അതില്ലാതെ സാധാരണ അന്തരീക്ഷത്തിൽ ആ പദാർത്ഥം സ്വയമേവ ജ്വലിക്കുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയാണ് എന്തെന്ന് പറഞ്ഞത്? ഇഗ്നീഷൻ ടെമ്പറേച്ചർ അഥവാ ജ്വലന താപനില എന്ന് പറഞ്ഞത്. ഇതിനറിയപ്പെടുന്ന വേറൊരു പേരാണ് എന്ത്? കിൻഡ്ലിംഗ് പോയിന്റ് എന്നറിയപ്പെടും. നിങ്ങൾ ഓർമ്മ വെക്കണമെന്നില്ല, കിൻഡ്ലിംഗ് പോയിന്റ് എന്നും കൂടെ അതിന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ഇതായാൽ മതി, മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന എന്താണ്? ഫോസ്ഫറസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ? അതുകൊണ്ടാണ് അതിനെ ജലത്തിനുള്ളിൽ സൂക്ഷിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ്. ഇതിന് പുറത്ത് എത്തിക്കഴിഞ്ഞ് എൻ്റെ സാധാരണ ഒരു അന്തരീക്ഷത്തിൽ ഇത് എന്ത് ചെയ്യാം? തീ പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ജലത്തിൽ തന്നെ ഇതിനെ സൂക്ഷിക്കുന്നത്. കേട്ടോ, അപ്പോൾ ഫോസ്ഫറസ് അതിനുള്ള ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഇഗ്നിഷൻ ടെമ്പറേച്ചർ നമുക്ക് ഓരോന്നിന്റെ നോക്കാം. അപ്പോൾ പെട്രോൾ എടുത്താൽ ഒരു ഏകദേശം 280°C to 300°C ആണ് ഈ പെട്രോളിന്റെ ഒരു ഇഗ്നിഷൻ ടെമ്പറേച്ചർ വരുന്നത്. ഡീസലിന്റെ ആണെങ്കിൽ ഒരു ഏകദേശം 210°C ആണ്. കെറോസിൻ ആണെങ്കിൽ ഒരു ഏകദേശം 220°C ആണ്. LPG 450 മുതൽ 470°C ഒക്കെ വരും. എത്തനോൾ 360. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഒന്നിന്റെ അങ്ങനെ ചോദിക്കൊന്നുമില്ല, നിങ്ങളത് ഓർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ വരച്ചതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് PDF നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇതിപ്പോൾ എഴുതിയെടുക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല.
ഓക്കെ, അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കണം എന്നാണ്. നമ്മുടെ ഒരു PYQ തന്നെയാണ്. ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ ഒരു വസ്തു സ്വയം കത്തുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ പറയുന്ന പേര്. നമ്മളിപ്പോൾ പഠിച്ചതാണ്. ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ല, അതായത് തീപ്പെട്ടി വലിച്ച് നമ്മൾ വെക്കുന്നില്ല. പിന്നെ എന്താ, ഒരു വസ്തു സ്വയം കത്തുന്നുണ്ട്, ഒരു സ്വയം കത്തുന്നതിനുണ്ട് ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിന് പറയുന്ന പേരെന്താണ് എന്നതാണ്. അതെന്താണ്? അപ്പോൾ ജ്വലനോഷ്മാവുണ്ട്, ജ്വലന പരിധിയുണ്ട്, അതുകൊണ്ട് ഫ്ലാഷ് പോയിന്റ് ഉണ്ട്, പിന്നെ എന്താ, ഇവയൊന്നുമല്ല. ജ്വലനോഷ്മാവാണ് കേട്ടോ, ജ്വലനോഷ്മാവാണ് വരുന്നത്. ഇഗ്നിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ജ്വലനോഷ്മാവാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമുക്കിനി അടുത്ത ഒരു പോർഷനിലോട്ട് പോവാം. അതായത് താപപ്രശ്ന രീതികൾ. നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ്? ചാലനം, സംവഹനം, വികിരണം, അല്ലെങ്കിൽ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അതായത് ജസ്റ്റ് ഒരു ടെമ്പറേച്ചർ കടത്തിവിടുന്ന സോഴ്സുകൾ അല്ലെങ്കിൽ രീതികളൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞത് താപപ്രേക്ഷണ രീതികളെ. ഏതൊക്കെ രീതിയിലൂടെയാണ് ഈ ടെമ്പറേച്ചർ കടന്നു പോകുന്നത് എന്നതാണ് ഇത് കാണിക്കുന്നത്. അതായത് ഒന്ന് ചാലനം അഥവാ കണ്ടക്ഷൻ, പിന്നെ എന്താ സംവഹനം അഥവാ എന്താണ് കൺവെക്ഷൻ എന്ന് പറയും, അതുപോലെ വികിരണം പറയും. അപ്പൊ നമുക്കിത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. എന്താണ് ചാലനം? ചാലനം അഥവാ കണ്ടക്ഷൻ എന്താണ്? ഖരപദാർത്ഥങ്ങളിൽ നടക്കുന്ന താപപ്രശ്ന രീതി എന്ന് നമുക്ക് പറയാം. ഖരപദാർത്ഥങ്ങളിൽ നടക്കുന്ന, അതായത് സോളിഡ് ടു സോളിഡ്. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അതായത് ഒരു ഇരുമ്പ് കമ്പി ചൂടാക്കുന്ന ഒരു രീതി, അയൺ റോഡ് ചൂടാക്കുന്ന ഒരു രീതി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതിന്റെ ഒരറ്റത്ത് നമ്മൾ തീ കൊടുക്കുന്നുണ്ട്. ഈ തീ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനകത്ത് ഓൾറെഡി ചെറിയ രീതിയിലുള്ളൊരു വൈബ്രേഷൻ ഉണ്ട്. ഈ വൈബ്രേഷൻ മൂവ് ചെയ്ത് അതായത് ഈ ഒരു വൈബ്രേഷൻ ഭയങ്കര വലുതാവും. ഈ വൈബ്രേഷൻ വലുതാവുന്നതനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഇതിനകത്തുള്ള ആ ഒരു മൂവ്മെന്റ്, അതായത് ഒരു അറ്റത്തു നിന്നുള്ള ചൂട് മറ്റൊരു അറ്റത്തിലേക്ക് എത്തുകയും പിന്നീട് അത് എന്ത് ചെയ്യും? പിന്നീട് അത് വിഘടിച്ച് അതിനകത്തൊരു ആ ആറ്റംസ് ഒക്കെ വിഘടിച്ച് ഫ്രീ റാഡിക്കൽസ് ആയിട്ട് ഭയങ്കര സ്പീഡിൽ മൂവ് ചെയ്ത് ഒരറ്റത്തു നിന്ന് മറ്റൊരു അറ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്പീഡിൽ ഇതിന്റെ ഈ ഒരു താപം കാര്യങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞത്? ചാലനം എന്ന് പറയുന്നത്. അപ്പൊ ചാലനത്തിനകത്തൂടെ ഈ താപപ്രസരണം നടക്കുന്ന രീതി ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ രീതിയാണ്. നമ്മൾ ഓൾറെഡി രണ്ടാമത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. തന്മാത്രകളുടെ ഈ ഒരു കമ്പനം മൂലം, തന്മാത്രകളുടെ ഈ ഒരു വൈബ്രേഷൻ, ആ വൈബ്രേഷൻ എന്ത് ചെയ്യുന്നു? ചൂട് കൂടുമ്പോൾ അത് വലുതാവുന്നു, പിന്നീട് അത് വിഘടിച്ച് ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മൂവ് ചെയ്യും. ഇതാണ് അകത്തുണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് എന്ത്? ചാലനം എന്നത്. ഈ ചാലനം അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഒരു കണ്ടക്ഷൻ ചെയ്യുന്ന ആ ഒരു പാർട്ടിക്കിൾസ് നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഓബ്ജക്ട്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ഗുഡ് കണ്ടക്ടേഴ്സ്, അതുപോലെ ബാഡ് കണ്ടക്ടേഴ്സ്. ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുജാലകങ്ങൾ. മറ്റേത് ബാഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുജാലകങ്ങൾ. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ആ ഒരു താപം പ്രസരിക്കുന്ന രീതി, അല്ലെങ്കിൽ ഇരുമ്പ് അതുപോലെയുള്ള, അല്ലെങ്കിൽ കോപ്പർ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സുജാലകങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതിനകത്ത് എന്ത് ചെയ്യും? ചൂട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സോളിഡ് ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു സോളിഡ് ഒബ്ജക്റ്റിലേക്കോ, അല്ലെങ്കിൽ ഒരു സോളിഡ് ഒബ്ജക്റ്റിന്റെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു അറ്റത്തിലേക്കോ ഒക്കെ താപം പ്രസരണം ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. മറ്റതാണ് കുജാലകങ്ങൾ. കുജാലകങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാമോ നിങ്ങൾ പലരും കുക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ എന്താണ്? ഫ്രൈ പാനും അതുപോലെ ഓരോന്നും കുക്കറൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെയൊക്കെ പിടി? എന്താണ് അതിന്റെ പിടി? ബേക്ക് ലൈറ്റ് ആയിരിക്കും കേട്ടോ. അതിന്റെ ബേക്ക് ലൈറ്റ് ആണ്. ബേക്ക് ലൈറ്റിൽ എന്തുകൊണ്ടാണ് ഇതെത്താത്തത്? ചൂടെത്താത്തത്? അത്ത പിടിച്ചല്ല നമ്മളത് മാറ്റിയെടുക്കുകയെല്ലാം ചെയ്യുന്നത്. അത്തൽ ഒരിക്കലും ഇത് എത്താത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുജാലകങ്ങളാണ്. അതിനകത്ത് ഒരിക്കലും ഈ ഹീറ്റ് കടത്തി വിടത്തില്ല. ഓക്കെ, അപ്പൊ ആ ഒരു റീസൺ കൊണ്ടാണ് ഇതിനെ കുജാലകങ്ങൾ അല്ലെങ്കിൽ ബാഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ചാലനം സിമ്പിൾ ആണ്, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. നമുക്കടുത്ത് നോക്കാം സംവഹനം അറിയപ്പെടുന്ന വേറൊരു പേരാണ് എന്ത്? കൺവെക്ഷൻ. നമ്മൾ നേരത്തെ കണ്ടക്ഷൻ എന്നൊരു രീതി നമ്മൾ കണ്ടു. ആ കണ്ടക്ഷൻ എവിടെയാണ് നടക്കുന്നത്? ആ കണ്ടക്ഷൻ നടക്കുന്നത് ഖരപദാർത്ഥങ്ങളിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ സംവഹനം നടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അത് നടക്കുന്നത് വാതകങ്ങളിലോ ഒക്കെയാണ് കേട്ടോ. വാതകങ്ങളിൽ, അതുപോലെ എന്താണ് ദ്രാവകങ്ങളിൽ ഒക്കെ നടക്കുന്നതാണ് ഈ പറയുന്ന കൺവെക്ഷൻ എന്ന രീതി. ഇപ്പൊ പലരും ദ്രാവകത്തിൽ നടക്കുന്നു പലർക്കും അറിയാം, പക്ഷെ വാതകത്തിൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആകുന്നുണ്ട്. ദ്രാവകത്തിൽ മാത്രമല്ല വാതകത്തിലും ഈ ഒരു താപപ്രസരണം നടക്കുന്ന രീതിയാണ് എന്ത്? കൺവെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. ഇപ്പൊ ഇവിടെ വെള്ളമൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താണ് സംഭവിക്കുന്നത്? കുറച്ച് കഴിയുമ്പോഴേക്ക് കുമിളകൾ വരിക അല്ലെങ്കിൽ മാറുകയൊക്കെ ചെയ്യും. അതായത് വെള്ളം താഴെ നിന്ന് കുമിളകൾ വരികയും മൂവ് ചെയ്യുകയൊക്കെ ചെയ്യും. ഈ മൂവ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ചൂടുള്ളത് അതിന്റെ ആ ഒരു ഡെൻസിറ്റി കുറഞ്ഞ് അത് മുകളിലോട്ട് പോയി തണുത്തത് താഴത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ജലത്തിനകത്ത് കൺവെക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു രീതി ഇതാണ്. ഓക്കെ, അപ്പൊ കൺവെക്ഷൻ നടക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളോടത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കൺവെക്ഷൻ നടക്കുന്നത് ദ്രാവകത്തിൽ മാത്രമല്ല വാതകത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് നിങ്ങളത് അറിഞ്ഞിരിക്കണം. അതുപോലെ
തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രശ്നം ചെയ്യപ്പെടുന്ന രീതി പറയുന്നതാണ് കൺവെക്ഷൻ. അത് നമ്മളിപ്പോൾ കണ്ടല്ലോ, ആ ഒരു ജലം താഴെ നിന്ന് ചൂടുള്ള വെള്ളം മുകളിലോട്ട് പോയിട്ട് തണുത്ത വെള്ളം താഴോട്ട് വരുന്ന രീതി കണ്ടല്ലോ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രശ്നം ചെയ്യപ്പെടുന്ന രീതി ഏതാണെന്ന് ചോദിച്ചാൽ അത് സംവഹനമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടക്ഷൻ എടുത്തപ്പോൾ അവിടെ എന്താണ് കണ്ടത്? കൺവെക്ഷൻ എടുത്തപ്പോൾ നമ്മളവിടെ ഒരു കമ്പനം എന്നാണ് കണ്ടത്. തന്മാത്രകളുടെ കമ്പനമാണ് നമ്മളവിടെ കണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നത് സ്ഥാനമാറ്റം എന്നൊരു കാര്യമാണ് കാണുന്നത് എന്നൊരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇത് കാണുന്ന മൂന്നാമത്തെ ഒരു രീതിയാണ് എന്ത്? വികിരണം അഥവാ റേഡിയേഷൻ. വികിരണം അഥവാ റേഡിയേഷൻ. ഇപ്പൊ നമുക്ക് ഏറ്റവും അറിയാവുന്ന ഉദാഹരണമാണ് എന്ത്? നമ്മൾ പുറത്തിറങ്ങുന്നു, നമുക്ക് വെയിൽ കൊള്ളു അല്ലെ, നമ്മൾ ഉച്ചയ്ക്കൊക്കെ നമ്മൾ വെളിയിറങ്ങിയാൽ നമുക്ക് നല്ല രീതിയിൽ വെയിലടിക്കും. ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? സൂര്യനിൽ നിന്ന് നമ്മളിലേക്ക് താപം എത്തുന്നു. സൂര്യനിൽ നിന്ന് നമ്മളിലേക്ക് താപം എത്തുന്നു. ഈ താപം എത്തുന്ന രീതിയാണ് എന്ത്? വികിരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ വികിരണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു താപപ്രശ്നം ചെയ്യപ്പെടാൻ എന്താവശ്യമില്ല? ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ഒരു മാധ്യമമില്ല. മറ്റിടത്തൊക്കെ ഒരു മാധ്യമമുണ്ട് അല്ലെ. നമുക്കിപ്പം കണ്ടക്ഷൻ നമ്മൾ കണ്ടു, കൺവെക്ഷൻ നമ്മൾ കണ്ടു അല്ലെ. ഇതിനകത്ത് എന്തുണ്ട്? ഇതിനകത്ത് നമ്മൾ കണ്ടക്ഷനിൽ നമ്മൾ സുജാലകങ്ങൾ കുജാലകങ്ങൾ എന്നൊക്കെ നമ്മൾ കണ്ടക്ഷനിൽ നമ്മൾ പഠിച്ചു. കൺവെക്ഷനിൽ നമ്മൾ എന്താണ് കണ്ടത്? നമ്മൾ അതിനകത്ത് ആ ഒരു ആറ്റംസ് കാര്യങ്ങളിലെ ആ ഒരു മാറ്റവും വ്യത്യാസങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് കണ്ടു. പക്ഷെ വികിരണം വരുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു മാധ്യമവും ആവശ്യമില്ലാതെ ഒരു താപപ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ മാത്രമേ ഉള്ളൂ? അത് വികിരണം അഥവാ റേഡിയേഷനിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പം സംവഹനം നമ്മൾ നേരത്തെ പഠിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ അവിടെ ഒരു ജലത്തിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അതുപോലെ വാതകത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. വാതകത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് എന്താണ് പറഞ്ഞത്? നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ പറയുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് എന്താണ്? കടൽക്കാറ്റും കരക്കാറ്റും രൂപപ്പെടാനുള്ള ഒരു ഫിനോമിന എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ അല്ലെങ്കിൽ അത് ആശ്രയിച്ചിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് ഈ ഒരു ചൂട് അല്ലെങ്കിൽ ഈ വായുവിന്റെ ഒരു മാറ്റം കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത് എന്തിനെ ആശ്രയിച്ചാണെന്ന് ചോദിച്ചാൽ അത് കൺവെക്ഷൻ എന്ന ആ ഒരു ഫാക്ടറിനെ ആശ്രയിച്ചിട്ടാണ്. അതിനകത്ത് അതായത് എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു വായു ചൂടാവുമ്പോൾ വായു ഉയരുന്നു അല്ലെ. ചൂടുവായു ഉയരുമ്പോൾ എന്ത് ചെയ്യും? കടലിൽ നിന്ന് ഉള്ള ആ ഒരു തണുത്ത വായു ഈ ഒരു ചൂടുവായു ഉള്ള സ്ഥലത്തേക്ക് വരും. ഇത് നടക്കുന്നത് ഏതിന്റെ ഒരു അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ സംവഹനം എന്നൊരു ഫാക്ടറാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഒരു ഫിനോമിനയില് സംവഹനം എന്ന ഒരു കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ചൂടുവായു ഉയരുകയും കടലിൽ നിന്നുള്ള അതിന്റെ ആ ഒരു ചൂട് അതിനേക്കാളും ചൂട് കുറഞ്ഞ ഒരു വായു ഈ ഒരു കരയിലോട്ട് വരികയും ചെയ്യുന്നത് ഈ സംവഹനം എന്ന ഒരു ഫാക്ടറിനെ ആശ്രയിച്ചാണ് എന്നൊരു കാര്യം കൂടെ നിങ്ങൾ അവിടെ ഒന്ന് ഓർക്കുക. ഇപ്പൊ റേഡിയേഷൻ നമ്മൾ പറഞ്ഞു. റേഡിയേഷന്റെ ഉദാഹരണം വരുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന താപമാണ്. അല്ലെങ്കിൽ എന്താണ്? നമ്മൾ തീ കായുമ്പം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ബോൺഫയർ ഒക്കെ അല്ലേ, നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ചിലപ്പം ടൂറൊക്കെ പോയിട്ടുള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ക്യാമ്പ് ചെയ്യാറുണ്ട്. ക്യാമ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നടുക്ക് ഒരു തീയൊക്കെ കൂട്ടിയിടും. ഈ തീ കൂട്ടിയിടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? കുറച്ച് താപം കിട്ടുന്നുണ്ട്. ഈ താപം നിങ്ങൾക്ക് എങ്ങനെയാണ് എത്തുന്നത് വെച്ചാൽ അതും വികിരണം വഴിയാണ്. ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങൾ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു കാര്യം നമ്മളത് പഠിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ ഒരു ഉദാഹരണം പഠിച്ചു വെച്ചാൽ നിങ്ങളത് ഒരിക്കലും മറന്നു പോകത്തില്ല. അതുകൊണ്ട് ഈ ഉദാഹരണങ്ങൾ വെച്ച് തന്നെ നിങ്ങളത് ഓർമ്മയിൽ വെച്ചാൽ മതി. നിങ്ങളത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകത്തില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് PYQs നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് ഏത് വിധമാണ്? നമുക്കറിയാം ഏതാണ്? വികിരണം, റേഡിയേഷൻ. നമുക്ക് വേറെ ഓപ്ഷനിലോട്ട് പോകണ്ട, നമുക്ക് നേരിട്ട് തന്നെ അത് ആൻസറിലോട്ട് ചെല്ലാവുന്ന കാര്യമാണ് അല്ലേ. പ്രതിഫലനമായിട്ട് യാതൊരു ബന്ധവുമില്ല. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റീരിയൽ വേണം. നമുക്ക് മെറ്റീരിയൽ ഇല്ല. സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? സംവഹനം ജലമോ വാതകമോ ആവണം. അതും നമുക്കിവിടെ വരുന്നില്ല. അപ്പൊ എന്താണ്? വികിരണമാണ് ഉത്തരം. ഇത് 2024 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ നിന്ന് നേരിട്ട് വന്നിട്ടുള്ള ഈ ഒരു ചോദ്യമാണ് ഈ കഴിഞ്ഞ 4 വർഷത്തിൽ വന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങളിപ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇനി ഇതിൽ നിന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതായത് MSDS മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എളുപ്പമാണ്. അതുപോലെ ട്രം കാർഡ്, എമർജൻസി പാനൽ, ഇതിനകത്തെ കോഡുകൾ, ഹസാഡസ് കെമിക്കൽ കോഡ്, ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. വളരെ ഈസിയാണ്, വളരെ സിമ്പിളായിട്ട് നമുക്കത് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് ആ ഒരു എനർജി കീപ്പ് ചെയ്യുക. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അത് അവൈലബിൾ ആണ്. ഫയർമാൻ്റെ 5 മോക്ക് ടെസ്റ്റ് ആണുള്ളത്. പക്ഷേ 5 മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന് മുന്നേ കഴിഞ്ഞ എക്സൈസിൻ്റെയും ഇനി നടക്കാൻ പോകുന്ന CPOയുടെയും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും.
അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് കിട്ടിയാൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ GK പാർട്ടിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത്രയും GK പാർട്ടാണ്, അതായത് 1200 GK ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ കിട്ടുന്നത്. ഫയർമാൻ്റെ മാത്രം നിങ്ങൾക്ക് ഇത്ര എടുക്കുന്നതിൽ ഫയർമാൻ്റെ മാത്രം 100 സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. IT ഉൾപ്പെടെയുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത്രയും ചെയ്ത് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത് സ്കോർ ചെയ്യാൻ നിങ്ങളെ ഉപകരിക്കും. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.